സൈനിക നടപടിക്ക് ഇനി ആഴ്ചകളുടെ ആയുസ്സേയുണ്ടാകൂ എന്ന് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പറഞ്ഞ മണിക്കൂറുകൾക്കുള്ളിൽ ഇസ്രയേലിന്റെ തലസ്ഥാനത്ത് ഇറാൻ തുടർച്ചയായ മിസൈൽ ആക്രമണമാണ് നടത്തിയത്. വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുന്നതിനിടെ ഇസ്രയേൽ അരക് ആണവ കേന്ദ്രത്തിനെതിരെ നടത്തിയ ആക്രമണമാണ് ഇറാനെ ചൊടിപ്പിച്ചത്. ഇന്നലെ ഗൾഫ് രാജ്യങ്ങളിലേക്കും ഇറാൻ കനത്ത ആക്രമണം നടത്തി. അബുദാബിയിലെ കെസാദ് പ്രത്യേക സാമ്പത്തിക മേഖലയിൽ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ 5 ഇന്ത്യക്കാരടക്കം 6 പേർക്ക് പരിക്കേറ്റു. മിസൈലുകൾ പ്രതിരോധിച്ചപ്പോൾ തകർന്നു വീണ അവശിഷ്ടങ്ങളാണ് പരിക്കുണ്ടാക്കിയത്. കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ റഡാർ സംവിധാനം തകർത്തു. ഒമാനിലെ സലാല തുറമുഖത്തേക്കും ഡ്രോൺ ആക്രമണമുണ്ടായി. ഇസ്രയേലിലേക്ക് നടത്തിയ വ്യോമാക്രമണങ്ങൾക്ക് യമനിലെ സൈനിക കേന്ദ്രങ്ങൾ ഇറാൻ ഉപയോഗിച്ചതായി റിപ്പോർട്ടുണ്ട്. ഇത് ഇസ്രയേലിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്നതാണ്. അതിനിടെ ചർച്ചകൾക്ക് മധ്യസ്ഥത വഹിക്കാൻ ആളെ കിട്ടാതെ വലയുകയാണ് അമേരിക്ക. ആദ്യഘട്ടത്തിൽ ഇടനില സമ്മതിച്ച തുർക്കിയും പിൻവാങ്ങിയെന്ന് സൂചനയുണ്ട്. ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ട്രംപ് ഫോണിൽ പശ്ചിമേഷ്യൻ സാഹചര്യങ്ങൾ ചർച്ച ചെയ്തിരുന്നു. ഈ ചർച്ചയിൽ ഇലോൺ മസ്കും പങ്കെടുത്തുവെന്ന അമേരിക്കൻ മാധ്യമങ്ങളിലെ വാർത്ത ഇന്ത്യ ശരിവെച്ചിട്ടില്ല. സാഹചര്യം ഇന്ത്യ അതീവ ഗൗരവത്തോടെ വിലയിരുത്തുന്നുണ്ട്. സൗദി കിരീടാവകാശിയെയും നരേന്ദ്രമോദി ഫോണിൽ ബന്ധപ്പെട്ടു. സൗദിയിലെ ഊർജോൽപാദന കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങളെ മോദി അപലപിച്ചു. കടലിലെ ചരക്ക് നീക്ക മാർഗങ്ങളിലുള്ള തടസ്സങ്ങൾ നീക്കുന്നതിൽ സഹകരണം ഉറപ്പാക്കാനായെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.